പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കഴുകുന്നത് പ്രകാരം ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിന്മകളെ ഞാൻ ചെയ്തു. ഞാൻ തെളിയിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീതിക്കുകയും ചെയ്യുവാനായിട്ട് നിനക്കാൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളെ ധരിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ഭക്തിയാകണമേ. ക്ഷീണതയുള്ള സന്തോഷിക്കൽ നിന്റെ തിരുമുഖത്തെ തിരിച്ച് എന്റെ മായ്ച്ചു കളയണമേ. അപ്പോൾ ഞാൻ ആരോട് നിന്റെ വഴികളെ കുറിച്ച് പറയും. ഭാവിയിൽ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. രസിക്കുകയില്ല. സ്വാമി സമക്ഷം ദാസൻ പോൽ തിരുസന്നിധിയിൽ ഹല്ലേലൂയ. കൃപ ചെയ്യുക നാഥ, കൃപ ചെയ്യുക. ബാലകുമാസ് പോലെ പോലെ പ്രോൽ റൂഹോ കാദീശോ ദൈവം ഭൂഗി മൃതിയാനെ നിവഹിച്ചില്ല. അവനെ കൊന്നവരേത ജീവൻ കൊണ്ടാനേറ്റു സൗകാലോ സാരിക്കുലാൽ റഹ്മയോഹനോ മുറിയോനെ വീറുയും റഹ്മോനോ രാഹിമാരെ യുവാനാരെ ദേശോതോ ദാവീസോ ദ്രബുലോസോ റുബ്രോബോതോ ബോദ്രോബോത്തെ രാമിനോയി സ്വഗുൽസ്വാൻ അബുഗുലിയോൻ ദേശുവേരാസേ. തന്റെ പ്രത്യക്ഷതയിൽ തന്റെ ആത്മാവിനെ അയക്കുകയും തന്റെ വരങ്ങളിൽ ഭൂമത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ ഹൃദയം ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽ കപടക്കപ്പെട്ടവരെ ഏൽപ്പിക്കുകയും തിരുവിതപ്രകാരോരെ മരണമില്ലായ്മ അണിയിക്കുകയും തന്റെ ഉന്നതരാജ്യത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ സരക്കളുടെ പ്രഭ്യവരിൽ ഉദിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയധാരനായ കർത്താവിനെ തന്റെ ദാസിയുടെ മരണാന്തര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം നാം ഓർത്തുകൊണ്ടു
സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവെന്ന് ഞാൻ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുന്നു എന്ന് നിർവ്യാജമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശയിൽ എന്നെ ഭാവിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഉൾപ്പെടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ സംഘനാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിച്ചുകൊള്ളുമാറാകണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥാനങ്ങളിലേക്ക് ഈ മാതാവിനെ നയിച്ചുകൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ വിശ്വസിച്ചുള്ളതായ ഈ സഹോദരിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഈ ദാസിയെ നീ സംബന്ധിച്ചു പറയുകയും നിന്റെ സ്ത്രീമായി വധിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തരെ നീ ഉപേക്ഷിക്കരുതേ. പ്രകാശവസ്ത്രം മൂടാനാകുന്ന മുദ്രയും ഈ ദാസിയിൽ നിന്നും അവിടുന്ന് നീ കളയുമാറാകരുതേ. ദൈവമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ നിന്നും പോകാൻ നിന്നെ അറിയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ ഈ ദാസിക്ക് സന്നിധിയാകരുതേ. കർത്താവേ, ബുദ്ധികളായ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഈ ദാസി ക്രമീകരിക്കുമാറാകണമേ. നിന്റെ പുഷ്ടികളെയും വെച്ചതങ്ങളെ ഞങ്ങളെ പേയിച്ചുകൊള്ളുമാറാകണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിലേക്ക് അണിഞ്ഞിരുന്നു നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടും കൂടെ തന്നെ കാരുണ്യവാനായ നിന്റെ പിതാവിനെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നവരായ നിന്റെ വിശുദ്ധ മുഖാവിനെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് ഞങ്ങളെല്ലാവരെയും പോഷിപ്പിക്കുമാറാകണമേ. ഉത്തമനായ തന്നെ നാം ഓർത്തപ്പെടുത്തണം. കന്നികളൊപ്പം മണവറയിൽ പാർപ്പിച്ചോർ നമ്മെ വിളിക്കുന്നഴലാൽ ആവമകൾ തൻ മരണത്തിനെ നമ്മൾ ഉയരുന്നു. തൽഭാവം മോഹിച്ചിടണമേ. സത്തമരും ധാർമ്മികരും സഹിതം മോദവരും മണവരയിൽ ചകണമേ. ആനന്ദിപ്പാൻ ഭാഗ്യത്തിൻ മണിയറയും സംരക്ഷകനെ ദാസിയെ നീയേറ്റണമേ. ധാർമ്മികരും നിർമ്മലമാനസരും ചേർന്നിവള നിൻ സ്ലീവ യാവത്തൽ പാരായി തീരണമേ. ഓരിയോരാഹേ ദൈവാത്മജനെ ശാശ്വത രാജ്യം ആശ്വാസം നിൻ ദാസികേ ഗുണദാപിക ശുദ്ധൻ മാനോടൊപ്പം നിൻ കൈപ്പണിയോ മേലുണ്ടാകണം. ഊർവാനത്തിൽ ഭഗരൂപത്തെ പുതുതാകേണം. കമ്പികൾ പത്തും മൃത്യുതർദിഹമൗലം പൂണ്ടോ. ഈ വീണയിലൻ നാദാകാട്ടുക സഹതാപം നീ കല്ലായിരുന്നു മൃഗരേ കേട്ടുദ്ധാനത്തിൽ തേജോമയമ വസ്ത്രം നൽകും മോനെ സ്തോത്രം. മക്കളിലപ്പതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഒട്ടും
അനുഗ്രഹീതമായ യാത്രയപ്പിന് ഞാൻ നിങ്ങളും ഇന്ന് സാക്ഷികളാകുമ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അനുഗ്രഹീതമായ ദൈവദർശനത്തിലേക്ക് യാത്രയാകുന്ന ഈ മാതാവ് നിശ്ചയമായും സ്വർഗീയ പരദീസയിൽ ദൈവദർശനത്തിൽ നിന്നും പാടാത്ത കിരീടങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉത്ഥാനത്തിന്റെ നിറശോഭയിൽ നിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ അനുഗ്രഹീത സാന്നിധ്യമാണ്. ഓർക്കുക, വാങ്ങിപ്പോയവർ സജീവരായ ദൈവദർശനത്തിൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, വാങ്ങിപ്പോയതിനെ പറ്റി വേദനിക്കരുത്, കരയുന്ന തിരുവചനം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ പരിശുദ്ധ സഭയും സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കത്തക്ക വിധത്തിൽ നമ്മുടെ ആരാധനാ ക്രമത്തിൽ പിതാക്കന്മാരെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയും സമൂഹവുമായി ഒന്നിച്ചു ചേരുന്ന അനുഗ്രഹീത സ്വർഗീയ വാസസ്ഥലത്തിലേക്ക് ഞാൻ നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ യാത്രയാകുമ്പോൾ ഓർക്കുക, ജീവിതകാലത്ത് ദൈവദർശനത്തിൽ നമ്മുടെ ജീവിതത്തെ എപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നുവെന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇതുപോലെയുള്ള യാത്രാമംഗളത്തിന്റെ ശുശ്രൂഷകൾ മുഖാന്തരമായി തീരണം. സഹോദരന്മാരുടെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ഒത്തിരിയേറെ വേദനകളും പീഡനങ്ങളും സഹിച്ചപ്പോൾ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പാടി: സഹദേരോധി പീഠകളോട് പേടിക്കില്ലേതും നിങ്ങളഹോതി വാളുകളിൽ ഈ നാശം ഉടന്നാലും ജീവനോടാത്മം പാടും സ്തുതിയും സ്തോത്രമതും. സഭയുടെ രൂപീകരണത്തിൽ ആദിമ സഭയുടെ പിതാക്കന്മാർ ഒത്തിരിയേറെ പീഡകളും കഷ്ടങ്ങളും സഹിച്ച ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ ഇപ്രകാരം ഏറ്റു ചൊല്ലി: ഞങ്ങൾ ഈ പീഡകളേറ്റ് ഞങ്ങളുടെ ദേശം നശിച്ചെന്നാൽ ദേഹം നശിച്ചെന്നാലും ഞങ്ങളുടെ ആത്മാവ് നിത്യതയിൽ കർത്താവിനോട് ഒന്നിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുമെന്ന വലിയ അനുഗ്രഹീതമായ സന്ദേശം നൽകുമ്പോൾ ഓർക്കുക, ഞാൻ നിങ്ങളെ എപ്പോഴും ഭാരപ്പെടുന്നത് ഈ ലോകത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതായ നമ്മുടെ ബന്ധങ്ങളും ജീവിതത്തിലെ സ്ഥല സൗകര്യ മാനങ്ങളും മാത്രം. ഇതിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒത്തിരിയേറെ വേദനകളുണ്ട്, പറിച്ചറിയപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഈ വേദനയാണ് എപ്പോഴും മനുഷ്യനെ മരണത്തിൽ നിന്നും അകറ്റി നിൽക്കുന്നത്. ഒരു സ്ത്രീക പ്രത്യേകമായിട്ട് ഉദ്ബോധിപ്പിക്കുന്ന ലേഖനത്തിൽ, എനിക്ക് മരണം ക്രിസ്തുവിൽ ലാഭമാണ്, എനിക്കത് നേട്ടമാണ്. എന്റെ കർത്താവിനോട് ഒന്നിച്ച് ഇതുവരെ ഞാൻ കണ്ണാടിയിൽ കടമൊഴി പോലെ കണ്ടെങ്കിൽ മുഖാമുഖം കാണുവാൻ ദൈവത്തിനെ വിളിച്ച് വേർതിരിക്കുന്നു. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ അമ്മച്ചിയെ, ഈ മാതാവിനെ ഞാൻ നിങ്ങൾ യാത്രയാക്കുമ്പോൾ ഈ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. എന്റെ ജീവിതകാലത്ത് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ബലഹീനമായ എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ ഉദ്ബോധനം നൽകുമ്പോൾ ഞാൻ നിങ്ങൾ ഇത്തരത്തിൽ ധ്യാനിക്കണം. ഇതല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളെ വിതരണ ദൈവദർശനത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അനേകം ആളുകൾക്ക് സാക്ഷ്യം നൽകുന്ന ഒരു അനുഗ്രഹീത ജീവിതമായി നമ്മുടെ ജീവിതത്തെ ഓർക്കാൻ ദൈവദർശനത്തിൽ കാരണമായി തീരട്ടെ. അത് ദൈവമായ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖാതരായിരിക്കുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കിക്കൊണ്ട് എല്ലാവിധമായ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. ഈ മാതാവിന്റെ ചെറുമകൾ എന്റെ സഹോദരന്റെ സഹധർമ്മിണിയാണ്. ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് കുടുംബത്തിന്റെ അനുശോചനം അറിയിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുശോചനം വായിച്ച ഭവൻപ്രാർത്ഥനയോടുള്ള നന്ദി. വന്മയമാനീയുലകിൽ കാൺമതുമായ വന്മഹിമാതന സുഖങ്ങൾ സകലവുമായ വന്മയമാനീയുലകിൽ കാൺമതുമായ വന്മഹിമാതന സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ
Mania